പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള പുതിയ ഡിസൈനിലുള്ള കുറച്ച് കളക്ഷൻസാണ്. അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഓർഗൻസയിൽ സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കും വരുന്ന മെറ്റീരിയലാണ്. 1199 ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അടുത്തത് സാറ്റൻ സിൽക്ക് ജോർജറ്റിൽ പുതിയൊരു ഹാൻഡ് വർക്ക് ഡിസൈനാണ്, എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയും പ്രൈസ് 1199 ഇതിൻ്റെയും ദുപ്പട്ട സാറ്റൻ സിൽക്ക് ജോർജറ്റ് തന്നെയാണ്, ബോട്ടം സാൻഡൂണുമാണ്. അടുത്തതും വേറൊരു ഡിസൈനിൽ വരുന്ന മെറ്റീരിയലാണ്. ഇത് മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ സിൽക്ക് ജോർജറ്റാണ്. ഇതിൻ്റെ ഒരു നെക്ലസ് ടൈപ്പിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയും പ്രൈസ് 1199. പുതിയ കുറേ നല്ല കളറുകളിലാണ് മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത്. എല്ലാം പുതിയ സ്റ്റോക്കാണ്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്താൽ മതി. ഇത് പ്യുർ ജോർജറ്റിൽ ഒരു സിഫ്ലേ ബോറിംഗ് കട്ട് വർക്കാണ് വന്നിട്ടുള്ളത്. ഓർഗൻസയിലെ പാച്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 1299. അടുത്ത കളക്ഷൻ വരുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പുതിയ സ്റ്റോക്കിലുള്ളതാണ്. അതിൽ ബാലൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കളറുകൾ നമുക്ക് ബാലൻസ് ഉണ്ട്. ഇത് ബ്ലൂമിങ് ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 1499. അടുത്തതും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ രണ്ട് കളറാണ് നമുക്കിപ്പോൾ ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗോൾഡ് ക്രഷിൽ നെക്ലസ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് 1480. അടുത്തതും ബ്ലൂമിങ് ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക. 8 മുതൽ 10 വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത്. നിങ്ങൾ ആദ്യം മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ മതി എന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തരിക. ഇല്ലാതെ പേയ്മെൻറ്റ് നടത്തിയ അഡ്രസ്സും തന്നതിന് ശേഷം നമുക്ക് ഇത് മെറ്റീരിയൽ മാറ്റണം, ഈ മെറ്റീരിയൽ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റി തരാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ ഓർഡർ തന്നാൽ ഉടനെ തന്നെ ഞാൻ ഷോപ്പിലേക്ക് ഓർഡർ കൊടുക്കും, ക്യാഷും പേ ചെയ്യും. അപ്പോൾ പിന്നീട് അവർ തിരിച്ച് നമുക്ക് റീഫണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇന്നലെ ഒരു കസ്റ്റമർ എന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് എടുത്തു പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മെറ്റീരിയലേ വേണ്ട, ക്യാഷ് റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും. പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വെക്കുക. വീഡിയോ എടുത്ത് വെക്കുന്നത് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി മെറ്റീരിയൽ മാറ്റി തരില്ല. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെറ്റീരിയൽസ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും. എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ തരാനായിട്ട് കേട്ടോ. എന്നിൽ നിന്ന് മുമ്പ് പർച്ചേസ് ചെയ്തവർക്കറിയാം ഞാൻ കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ കസ്റ്റമേഴ്സ് എന്ത് സഹായം വേണമെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സ് വന്ന് ഇങ്ങനെ വേണ്ടാത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഒരു കസ്റ്റമർ 7:30 ഓർഡർ തന്നിട്ട് രാത്രി 10 മണിയായപ്പോൾ പറയുവാണ് ആ മെറ്റീരിയൽ വേണ്ട, എനിക്ക് മെറ്റീരിയൽ മാറ്റി തരണം, ഇല്ലെങ്കിൽ എൻ്റെ ക്യാഷ് തിരിച്ചു തരണമെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്കൊരു ഓർഡർ ഒരു 7:30 കസ്റ്റമർ ഓർഡർ തന്നു കഴിഞ്ഞാൽ 7:35 തന്നെ ഞാൻ ഓർഡർ ഷോപ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ്. പിന്നെ അവരത് നമുക്ക് റിട്ടേൺ അതായത് റീഫണ്ട് ചെയ്യത്തില്ല പിന്നീട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കസ്റ്റമർക്ക് പിന്നെ റീഫണ്ട് ചെയ്യുന്നത്? ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ബാഡ് മെസ്സേജസ് ഒക്കെ ഇടുന്നുണ്ട്. കുഴപ്പമില്ല, ഇട്ടോട്ടെ. മുമ്പ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാമല്ലോ അവരോട് ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുള്ളതെന്ന്. അതൊന്നും അവർ ബാഡ് മെസ്സേജ് ഇടുന്നവർ ഇട്ടോട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല. എന്നിൽ നിന്ന് വാങ്ങാൻ വിശ്വാസമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. ആ ഒരു കസ്റ്റമർ എന്നെ രാത്രി ഇന്നലെ ഒത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. സാരമില്ല, പോട്ടെ. ഇത്രയും കളക്ഷൻസാണ് കേട്ടോ ഞാനിപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. താങ്ക് യു.